Hi friends, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളെ കുറിച്ചാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അറിയാവുന്ന വാക്കുകൾ വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ട, കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടാൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പക്ഷേ സംസാരിച്ച് പഠിക്കാൻ പറ്റില്ല. സംസാരിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഴ്സ് ഉണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചും കേട്ടുമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന വാക്കുകൾ വീണ്ടും യൂസ് ചെയ്ത് ആണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. അപ്പം നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പുതിയ വാക്കുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം, ഒരു പരിപാടി നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയാണ്. നമ്മൾ എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ദേ ക്യാൻസൽഡ് ദ പാർട്ടി എന്ന് വെച്ചാൽ എന്താ? ദേ ക്യാൻസൽഡ് ദ പാർട്ടി എന്ന് വെച്ചാൽ അവർ പാർട്ടി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ക്യാൻസൽ എന്ന വാക്കാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒരു പരിപാടി വേണ്ട അല്ലെങ്കിൽ നിർത്തി വെക്കുക, വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ക്യാൻസൽ എന്നാണ് പറയുന്നത്. അതിന് പകരം നമുക്കൊരു അടിപൊളി വാക്കുണ്ട്. അതെന്താണെന്നറിയോ? കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് വെച്ചാൽ ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ദേ ഹാഡ് ടു കോൾ ഓഫ് ദ പാർട്ടി ബിക്കോസ് ഓഫ് ദ സ്റ്റോം. അത് ഓക്കെ, ഒരു സ്റ്റോം കാരണം, കാറ്റും മഴയും ഇടിവെട്ടും മിന്നലും കൊടുങ്കാറ്റും ഒക്കെ കാരണം പാർട്ടി അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കോൾ ഓഫ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ക്യാൻസൽ ചെയ്യുക. എപ്പോഴും ക്യാൻസൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് കോൾ ഓഫ് യൂസ് ചെയ്യാവുന്നതാണ്. ദ വെഡിങ് വാസ് കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താ? കല്യാണം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നതിന് പകരം നമുക്ക് കോൾ ഓഫ് എന്ന ഫ്രേസൽ വെർബ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള വാക്കല്ലേ. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മൾ സ്വയം മറന്നു പോകും, നമ്മൾ പരിസരം മറന്നു പോകും അല്ലേ. ചില സമയത്ത് നമ്മൾ പരിസരം മറന്ന് ചിരിക്കും, പരിസരം മറന്ന് കരയും. അപ്പോൾ സ്വയം മറന്നു പോകുക അല്ലെങ്കിൽ പരിസരം മറന്നു പോയി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാരിഡ് അവേ എന്ന് പറയുന്നത്. ക്യാരിഡ് അവേ. ഇപ്പം നമ്മൾ പറയാണ് ഐ വാസ് ക്യാരിഡ് അവേ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഞാൻ സ്വയം മറന്നുപോയി അല്ലെങ്കിൽ ഞാൻ പരിസരം മറന്നുപോയി എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ക്രൗഡ് വെയർ ക്യാരിഡ് ഓഫ് ബൈ ഹിസ് സ്പീച്ച്. അവൻ്റെ പ്രസംഗം കേട്ട് ക്രൗഡ്, അതായത് ജനക്കൂട്ടം സ്വയം മറന്നുപോയി അല്ലെങ്കിൽ പരിസരം മറന്നുപോയി. ഓക്കെ, ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം, ഐ വാസ് ക്യാരിഡ് അവേ. ഞാൻ അങ്ങ് മറന്നുപോയി, ഞാൻ പരിസരം മറന്നുപോയി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ക്യാരിഡ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസരം മറന്നെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു യൂസേജ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു കാര്യം വന്നു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, എടാ പ്രതീക്ഷിക്കാതെ വീട്ടിലൊരു സംഭവം നടന്നു, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പ്രതീക്ഷിക്കാതെ വീട്ടിലൊരു കാര്യം നടന്നു, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് എനിക്ക് പറയാനും താല്പര്യമില്ല, പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചതെന്ന് പറയണം, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയണം. ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയും? വളരെ സിമ്പിളാണ്. നമുക്കിങ്ങനെ പറയാം, സംതിങ് കെയിം അപ്പ് അറ്റ് ഹോം, ഐ നീഡ് ടു ഗോ. സംതിങ് കെയിം അപ്പ് അറ്റ് ഹോം, ഐ നീഡ് ടു ഗോ എന്ന് വെച്ചാൽ എന്താ? വീട്ടിലൊരു കാര്യം പ്രതീക്ഷിക്കാതെ സംഭവിച്ചു, എനിക്ക് വീട്ടിൽ പോകണം. സോ കം അപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവം നടക്കുന്നതിനെയാണ് നമ്മൾ കം അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സംതിങ് കെയിം അപ്പ് അല്ലെങ്കിൽ സംതിങ് വിൽ കം അപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ നടക്കും എന്ന് പറയുമ്പോഴാണ്. ഓക്കെ, ഇനി അടുത്തത്, നമുക്കൊരാളെ ആശ്രയിക്കാം അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് പറയാം, ഐ ക്യാൻ ഡിപ്പെൻഡ് ഓൺ മൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരെ ആശ്രയിക്കാം. അപ്പോൾ ഈ ഡിപ്പെൻഡ് എന്നുള്ള വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വാക്കാണ് കൗണ്ട് ഓൺ. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരെ ആശ്രയിക്കാം അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാം, അവരെ എല്ലാം ഏൽപ്പിക്കാം, അവരെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാം. അപ്പോൾ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ്. ഇപ്പം നമുക്ക് പറയണം, ഒരു പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിച്ചു, അത് നമ്മൾ ഇന്ന ദിവസത്തിൽ തീർക്കും എന്ന് പറയണം. കാരണം എനിക്ക് എൻ്റെ സ്റ്റാഫിന് വിശ്വാസമുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഐ ബിലീവ്, ഐ ട്രസ്റ്റ് മൈ സ്റ്റാഫ് എന്നൊക്കെ പറയാം. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഐ കൗണ്ട് ഓൺ മൈ ടീം അല്ലെങ്കിൽ ഐ കൗണ്ട് ഓൺ മൈ സ്റ്റാഫ് എന്ന് പറയാവുന്നതാണ്. സോ കൗണ്ട് ഓൺ എന്ന് വെച്ചാൽ ആശ്രയിക്കുക, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും, അങ്ങനത്തെ ഉള്ളൊരു അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, കട്ട് ഡൗൺ.
കട്ട് ഡൗൺ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം, എനിക്ക് ഫുഡിൽ എന്തിലെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം എന്ന് ഞാൻ എങ്ങനെ പറയും? അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കലി ഡിക്രീസ് ദ ഇൻടേക്ക് ഓഫ് ഷുഗർ എന്നൊക്കെ പറയാം. പക്ഷെ അതിനെക്കാട്ടും വളരെ നന്നായിട്ട് നമുക്ക് കട്ട് ഡൗൺ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പഞ്ചസാരയുടെ അളവ് ഞാൻ കുറയ്ക്കണം എന്ന് പറയണമെങ്കിൽ ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഷുഗർ. ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഷുഗർ എന്ന് വെച്ചാൽ എനിക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെങ്കിലും അളവ് കുറയ്ക്കണം എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ കട്ട് ഡൗൺ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്യുക എന്നെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? കൈകാര്യം ചെയ്യുക. ഓക്കെ, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ ഡീൽ വിത്ത് എന്ന് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഡീൽ വിത്ത് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാനത് കൈകാര്യം ചെയ്തോളാം. അപ്പോൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യുക എന്ന് പറയാനായിട്ട് ഡീൽ വിത്ത് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് ശരിയായില്ല, ഒന്നുകൂടി ചെയ്യണം എന്നെങ്ങനെ പറയും? ഓക്കെ, നമ്മുടെ സ്റ്റാഫോ നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റോ നമ്മുടെ മക്കളോ ആരെങ്കിലും ഒരു കാര്യം, ഒരു വർക്ക് ചെയ്തു, അത് നമുക്ക് പറ്റിയില്ല, തൃപ്തിയായില്ല, അപ്പം നമ്മൾ അവരോട് പറയണം ഇതൊന്നുകൂടെ ചെയ്യുക, രണ്ടാമതൊന്നുകൂടെ ചെയ്യുക എന്നെങ്ങനെ പറയും? ഡു ഇറ്റ് വൺസ് മോർ, ഡു ഇറ്റ് എഗെയിൻ എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഡു ഓവർ എന്നാണ്. ഡു ഓവർ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ സ്റ്റാഫ് ഒരു കാര്യം ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും ക്യാൻ യു പ്ലീസ് ഡു ഓവർ, ഒന്നുകൂടെ അത് ചെയ്യാമോ, ക്യാൻ യു പ്ലീസ് ഡു ഓവർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത യൂസേജ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറയത്തില്ലേ? കണ്ടുപിടിച്ച് മനസ്സിലാക്കുക, തന്നെത്താനെ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ഒരു കാര്യം പറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എനിക്കിതൊട്ടും മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഐ എം നോട്ട് ബീങ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയാം. പക്ഷേ തന്നെത്താനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? അങ്ങനത്തെ കേസസിൽ നമുക്ക് ഫിഗർ ഔട്ട് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് ബീങ് ഏബിൾ ടു ഫിഗർ ദിസ് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? എനിക്കിത് തന്നെത്താനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫിഗർ ഔട്ട് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ ബാക്കിയുള്ളവരെക്കാട്ടും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഗെറ്റ് എഹെഡ് എന്ന് പറയാം. ഗെറ്റ് എഹെഡ് എന്ന് വെച്ചാൽ മുന്നേ നിൽക്കൂ, മുന്നോട്ട് പോകൂ, മുന്നിട്ട് നിൽക്കൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സം പീപ്പിൾ വിൽ ഡു എനിത്തിങ് ടു ഗെറ്റ് എഹെഡ് അറ്റ് വർക്ക്. ജോലി സ്ഥലത്ത് ഒന്നാമത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാവരെക്കാട്ടും മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗെറ്റ് എഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കൂ, മുന്നോട്ട് നിൽക്കൂ, മുന്നിൽ നിൽക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് എഹെഡ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. നമ്മൾ ഒരാളുടെ അടുത്ത് തിരിച്ച് വരൂ എന്ന് പറയണമെങ്കിൽ കം ബാക്ക് എന്ന് പറയാവുന്നതാണ്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് കേൾക്കണം. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് ഗെറ്റ് ബാക്ക്, തിരിച്ചു വരൂ. അതിപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഗെറ്റ് ബാക്ക് ഹിയർ, ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറയുന്നതും അവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിൻ്റെ കാര്യം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗെറ്റ് ബാക്ക് ഹിയർ, ഇങ്ങോട്ട് വരൂ എന്ന് നമുക്ക് പറയാം. നീ എവിടെ പോവാ, ഇങ്ങോട്ട് വാ എന്ന് പറയത്തില്ലേ? നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചിന്തിച്ച് അങ്ങ് പോകുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഇങ്ങോട്ട് തിരിച്ച് വരാൻ? ആ സാഹചര്യത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഗെറ്റ് ബാക്ക് യൂസ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഓഫീസ് അറ്റ് 1 o'clock. എനിക്ക് 1 മണിയാകുമ്പോൾ ഓഫീസിൽ തിരിച്ചെത്തണം. ഓക്കെ, ഗോ ബാക്കും കം ബാക്കും ഒക്കെ തിരിച്ചും മറിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് ഗെറ്റ് ബാക്ക് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് പഠിച്ചത്. 10 അടിപൊളി വാക്കുകളാണ്, ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.